Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. കാഞ്ഞൂർ തുറവങ്കര നമ്പൂരിയച്ചൻ തിരുനടയിൽ കർക്കിടക വാവ് മഹോത്സവവും അർദ്ധരാത്രി കലശവും ഓഗസ്റ്റ് 12-ന് കൊണ്ടാടും. കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുറവങ്കര പുളിയാമ്പള്ളി നമ്പൂരിച്ചൻ നടയിലെ തിരുവുത്സവവും അർദ്ധരാത്രി കലശവും ഓഗസ്റ്റ് 9, 10, 11, 12 തീയതികളിലായി വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കപ്പെടുകയാണ്. കേരളത്തിലെ അനേകായിരം കുടുംബങ്ങൾ കുടുംബപരദേവനായി വച്ചാരാധിക്കുന്ന മന്ത്രമൂർത്തിയാണ് പുളിയാമ്പള്ളി നമ്പൂരിച്ചൻ. പണ്ടുകാലം മുതലേ കുടുംബങ്ങളിൽ പുളിയാമ്പള്ളി നമ്പൂരിയച്ചൻ്റെ വച്ചാരാധന വളരെ വിപുലമായി നിലനിന്നിരുന്നു. ആ പുളിയാമ്പള്ളി നമ്പൂരിയച്ചൻ്റെ എല്ലാം മൂലസ്ഥാന ക്ഷേത്രമായി കരുതപ്പെടുന്നത് തുറവങ്കര പുളിയാമ്പള്ളി നമ്പൂരിയച്ചൻ നടയാണ്. നമ്പൂരിയച്ചൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കർക്കിടക മാസത്തിലെ കറുത്ത വാവ്. നമ്പൂരിയച്ചൻ്റെ ഉപാസനാ ബലത്തിലും സിദ്ധികളിലുമെല്ലാം സംശയം പ്രകടിപ്പിച്ച നാട്ടുപ്രമാണിമാരുടെയും മഹാരാജാവിൻ്റെയും മുന്നിൽ നമ്പൂരിയച്ചൻ തൻ്റെ ഭഗവതിയുടെ സാന്നിധ്യവും തൻ്റെ ഉപാസനാ ബലവും ആ കറുത്തവാവ് ദിവസത്തെ അർദ്ധരാത്രി മാനത്ത് നിലാവ് തെളിയിച്ച് അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച ദിവസമാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ്. ആ ദിവസമാണ് ഈ ക്ഷേത്ര സങ്കേതത്തിൽ തിരുവുത്സവമായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. 4 ദിവസമായിട്ടാണ് ആ പരിപാടികൾ നടക്കുന്നത്. ആദ്യ ദിവസമായ ആഗസ്റ്റ് 9-ാം തീയതി രാവിലെ 5:30-ന് പിരാരൂർ താന്നിപ്പള്ളി മന ജയശങ്കർ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം നടക്കും. തുടർന്ന് നിത്യേനയുള്ള ക്ഷേത്ര ചടങ്ങുകൾ നടക്കും. വൈകിട്ട് 6:30-ന് ദീപാരാധനയ്ക്ക് ശേഷം തൃക്കാക്കര രാജേഷ് രാമചന്ദ്രൻ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം നടക്കും. 7 മണിക്ക് വിവിധ കലാപരിപാടികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള നാട്ടരങ്ങ് നടക്കും. 2-ാം ദിവസമായ ആഗസ്റ്റ് 10-ാം തീയതി വൈകിട്ട് ദീപാരാധന, തുടർന്ന് കാലടി ശൃംഗേരി മഠത്തിലെ വേദാചാര്യനായ KV സുധാകര ഭട്ടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സർവൈശ്വര്യ പൂജ നടക്കും. തുടർന്ന് കാഞ്ഞൂർ ആദിപരാശക്തി കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി നടക്കും. 3-ാം ദിവസമായ ആഗസ്റ്റ് 11-ാം തീയതി വൈകുന്നേരം 6:30-ക്ക് പതിവ് പോലെ ദീപാരാധനയും തുടർന്ന് സ്വരലയ കലാസമിതി ആട്ടക്കളം അവതരിപ്പിക്കുന്ന നാടൻപാട്ട് ചെമ്പട്ട്, ആ നാടൻപാട്ട് അന്ന് നടക്കും. പ്രധാന ദിവസമായ ആഗസ്റ്റ് 12-ാം തീയതി കറുത്തവാവിൻ്റെ അന്ന് രാവിലെ വെളുപ്പിന് 5:30-ന് 108 നാളികേരത്തിൻ്റെ അഭിഷേകം, ഭഗവതി സേവ, രക്ഷസിനും സർപ്പത്തിനും പത്മവിട്ട് നേദ്യം, അത്തരത്തിലുള്ള ഉത്സവ ചടങ്ങുകളെല്ലാം രാവിലെ നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ഈശാനൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ വെമ്പിളിയത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയ തന്ത്രി പ്രമുഖന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. രാവിലെ 10 മണിക്ക് അഖില ഭാരത നാരായണീയ പ്രചാര സഭ ആചാര്യ ജ്യോതി K. നായരുടെ മുഖ്യ നേതൃത്വത്തിൽ നാരായണീയ പാരായണം നടക്കും. വൈകിട്ട് 5 മണിക്ക് എഴിപ്പുറം കണ്ണൻ ആൻഡ് പാർട്ടിയുടെ പണ്ടിമേളം നടക്കും. 7 മണിക്ക് സാംസ്കാരിക സമ്മേളനത്തിൽ സുപ്രസിദ്ധ ചലച്ചിത്രതാരം അഞ്ജലി നായർ ഉദ്ഘാടനം നിർവഹിക്കും. സിനിമ സീരിയൽ താരം ശരത് ദാസ് ആ പരിപാടിയിൽ മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കും. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ആ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള പ്രതിഭാശാലികളെ ആ സദസ്സിൽ
അനുമോദനം നടത്തും. ക്ഷേത്രത്തിൻ്റെ തന്ത്രി ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ഈശാനൻ നമ്പൂതിരിപ്പാട് SSLC +2 അവാർഡ് ദാനം നടത്തും. തുടർന്ന് ആതിര D നായരുടെ ആദിരാഗം ശാസ്ത്രീയ സംഗീതം ഒരു കച്ചേരി നിശ്ചയിച്ചിട്ടുണ്ട്. 9 മണി മുതലാണ് ഈ ഉത്സവത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ചടങ്ങായിട്ടുള്ള അർദ്ധരാത്രി കലശം ആരംഭിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഈ അർദ്ധരാത്രി കലശത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്ര സങ്കേതത്തിൽ അന്നേ ദിവസം എത്തുന്നത്. ആ ഭക്തജനങ്ങൾക്ക് വേണ്ടി അന്നദാനമടക്കം വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും സഹായം സഹകരണങ്ങൾ ഈ ഉത്സവ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് സാദരം ക്ഷണിക്കുകയാണ്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് നിന്ന് പുളിയാമ്പള്ളി നമ്പൂതിരിയച്ഛൻ ഇവിടെ എത്തുകയും ഇവിടെ ഒരു ക്ഷേത്ര സങ്കേതം ഉണ്ടാക്കുകയും ശാക്തേയ മാർഗത്തിലുള്ള പൂജയിലൂടെ ഭദ്രകാളിയെ നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തി ആ ദേവതാ സങ്കല്പത്തിൽ ഭദ്രകാളിയിൽ തന്നെ അദ്ദേഹം ലയിച്ചു ചേരുകയാണ് ഉണ്ടായത്. നമ്മുടെ മധ്യ തിരുവിതാംകൂർ, അതോടെ കോട്ടയം, ഇടുക്കി, അതുപോലെ കണ്ണൂർ, കോഴിക്കോട്, അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും പുളിയാമ്പള്ളി നമ്പൂതിരിയച്ഛന് ഭക്തരുണ്ട്. അങ്ങനെ ഭക്തജനങ്ങൾ എല്ലാവരും അന്നേ ദിവസം ഇവിടെ എത്തിച്ചേരും. അന്ന് അർദ്ധരാത്രി കലശത്തിലാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നത്. നിത്യേനയുള്ള കലശങ്ങളുണ്ടെങ്കിൽ പോലും അന്നത്തെ ദിവസം ഭഗവാനെ ഈ കലശം നടത്തുന്നവർക്ക് കൂടുതൽ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ കരുണയും കടാക്ഷവും ഉണ്ടാകുന്നു എന്നതാണ് നമ്മുടെ ഐതിഹ്യം. കേരളമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ഭക്തർ കുടുംബ പരദേവതയായും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായും പുളിയാമ്പള്ളി നമ്പൂതിരിയച്ഛനെ ആരാധിച്ചു വരുന്നു. ദേവസ്വം ട്രസ്റ്റ് പ്രസിഡന്റ് വൈശാഖ് രവീന്ദ്രൻ, സെക്രട്ടറി PS സജീഷ്, ട്രഷറർ KK രാജീവ്, സ്വാഗത സംഘം ഭാരവാഹികൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓർമ്മ ക്ലീനിംഗ് ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ വീട്ടിലേക്ക്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി.